ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർച്ചനയുടെ അടുത്തേക്ക് ഒരു കേസുമായിട്ട് ഒരാൾ എത്തുന്നുണ്ട്. ഭാര്യ ഉപദ്രവിച്ചതിന് അയാളെ വിജയശങ്കറിന് മുന്നിൽ വെച്ച് നല്ലോണം തന്നെ ആട്ടിപ്പായിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ സ്നേഹിക്കേണ്ട, പക്ഷെ ഉപദ്രവിക്കാതെങ്കിലും ഇരുന്നൂടെ എന്ന് പറഞ്ഞ് കയർത്തും ധിക്കരിച്ചും അയാളെ അർച്ചന സഹികെട്ട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് വിജയശങ്കർ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. തന്നോടുള്ള കലി അവനോട് തീർക്കാണല്ലോ എന്ന് ആലോചിച്ച് ആ കോടതിക്ക് മുന്നിൽ ആളുകളുടെ ഇടയിൽ വിജയശങ്കർ ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിജയശങ്കറിനെതിരെയുള്ള അർച്ചന അയാൾക്ക് കൊടുത്ത അടി അത് വിജയശങ്കറിന് നേരെയുള്ള അടിയാണെന്ന് വിജയശങ്കറിന് മനസ്സിലായി. ആളാകെ തലകുഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ തൻ്റെ മോളെ തല്ലിയതിന് ചന്ദ്രനിലേക്ക് കണക്കിന് തിരിച്ചടി കൊടുക്കാനായിട്ട് അർച്ചന തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി ഒന്നിൽ നിന്ന് ഞാൻ പുറകോട്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ ക്ഷമിക്കും തോറും അവർ എൻ്റെ മോളെയും എൻ്റെ അനിയന്മാരെയും ഉപദ്രവിക്കാനായിട്ടാണ് നോക്കുന്നത്. ഇനി ഞാൻ പുറകോട്ട് നിന്നാൽ അത് കൂടുതൽ ഞങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ ചന്ദ്രലേഖയ്ക്കെതിരെ രണ്ടും കൽപ്പിച്ച് തിരിച്ചടി കൊടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. കൂടാതെ ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അർച്ചനയെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കാനായിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടെക്ക് അനീത്തിമാരും കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു വടംവലി മത്സരത്തിൽ ചന്ദ്രയും അതുപോലെ തന്നെ അർച്ചനയും ഏറ്റുമുട്ടുന്നത്. തൻ്റെ അനിയന്മാർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അർച്ചന. ഞാൻ എന്തായാലും ഇതിൽ ആ ചന്ദ്രയെ തോൽപ്പിച്ചിരിക്കും, നിങ്ങൾ കണ്ടോ, ഇനി ഞാനൊന്നും വിട്ടുകൊടുക്കില്ല മക്കളെ എന്നൊക്കെയുള്ള രീതിയിൽ മോളെയും കൂട്ടി അർച്ചന ആ വടംവലിക്ക് തയ്യാറാവുന്നുണ്ട്. ആ മത്സരത്തിന് ഒടുവിൽ നമ്മുടെ അർച്ചനയ്ക്ക് തന്നെ വിജയം കൈവരിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ആകെ നാണം കെട്ട് തോറ്റി തുന്നം പാടി ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് കൈയടിക്കുന്നുണ്ട് അർച്ചനയുടെ അനിയന്മാർ.